സുർജിത്ത്, ശരിക്കും ഈ കടുവ ഓടിപ്പോകുന്ന പ്രദേശം അതും മേച്ചേരി കുന്ന് തന്നെയാണോ? തീർച്ചയായും SKN, ഇത് ഒരു വയലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ റോഡിന്റെ, ആ വയലിലൂടെ മുറിച്ചു പോകുന്ന റോഡുണ്ട്. ഈ ഭാഗം, ഞാൻ നിൽക്കുന്ന ഭാഗം മേച്ചേരി പ്രദേശവും തൊട്ടപ്പുറത്ത് പുളിക്കൽ പ്രദേശവും. അതായത് ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രം അകലമുള്ള ഒരു റോഡാണിത്. മറുകരയാണ്. ആ മറുകരയിലുള്ള കൊല്ലിയിലായിരുന്നു ഈ കടുവ ഇത്രയും സമയം ഉണ്ടായിരുന്നത്. ഏതാണ്ട് ഒരു അല്പസമയം, ഒരു 15 മിനിറ്റ് മുമ്പാണ് ദൗത്യം വീണ്ടും വനം വകുപ്പ് പുനരാരംഭിച്ചത്. ആ ദൗത്യം നടക്കുന്ന ഘട്ടത്തിൽ വനം വകുപ്പ് പടക്കം പൊട്ടിച്ചു. അങ്ങനെ അതിനെ നീർവാരം ഭാഗത്തേക്ക്, ആ ഭാഗത്തേക്ക് ഓടിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നിരുന്നത്. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. നേരെ എതിർഭാഗത്തേക്ക് ഓടി മാറി നേരെ മേച്ചേരിക്കുന്ന് പ്രദേശത്തേക്ക് കയറിയിരിക്കുകയാണ്. അതായത് എനിക്ക് പുറകിലുള്ള ആ സ്ഥലമാണ് മേച്ചേരിക്കുന്ന് എന്ന് പറയുന്നത്. ആ മേഖലയിലേക്ക് കടുവ ഓടി കയറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറം ജനവാസ മേഖലയാണ്. അതാണ് വലിയ രീതിയിലുള്ള ആശങ്ക. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് കർശന നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒരു തരത്തിലും പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശമാണ് വനംവകുപ്പും പഞ്ചായത്തും പോലീസും നൽകിയിരിക്കുന്നത്. എന്തായാലും വളരെ ഒരു ഭീതിജനകമായ അന്തരീക്ഷമാണ് ഈ വയനാട് പനമരം ജനവാസ മേഖലയിലുള്ളത്. ഈ കടുവ മേച്ചേരിക്കുന്ന ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന് വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു. എന്നാൽ പെട്ടെന്ന് ഓടിപ്പോകുന്ന കടുവയുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞു. 24 ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വളരെ ഭീതിജനകമായ അന്തരീക്ഷം ഈ പ്രദേശത്ത് നിലനിൽക്കുന്നു. മേച്ചേരിക്കുന്ന ഭാഗത്ത് തന്നെയാണ് ഈ കടുവയുടെ ദൃശ്യങ്ങൾ കണ്ടത്. ആളുകൾ പുറത്തിറങ്ങരുത് എന്നാണ് പോലീസിൻ്റെ കർശനമായ നിർദ്ദേശം വന്നിരിക്കുന്നത്. ജനങ്ങൾ ഒരുപാട് ജീവിക്കുന്ന ഒരു സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ വളരെ ഭീതി പടർത്തിയാണ് ഈ കടുവയുടെ സാന്നിധ്യം അവിടെ അനുഭവപ്പെടുന്നത്. 2-3 ദിവസങ്ങളിലായി ഈ കടുവയെ കൊണ്ട് ആൾക്കാർ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. വനംവകുപ്പ് ഈ കടുവയെ എങ്ങനെയെങ്കിലും പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതായത് വനംവകുപ്പ് മന്ത്രിയോട് നമ്മൾ വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് തൽക്കാലം പ്രതികരിക്കാൻ ഒന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമോ എന്ന് അറിയില്ല. എന്തായാലും അദ്ദേഹം തൽക്കാലം പ്രതികരണത്തിന് ഇല്ല എന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.